രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കൂടി ചേരുകയാണ്. നമസ്കാരം എം പി, എങ്ങനെയാണ് വിലയിരുത്തുന്നത് ബജറ്റിനെ? അല്ല, പ്രധാനമന്ത്രി ഇന്ന് മഹാലക്ഷ്മിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ബഡ്ജറ്റ് പറഞ്ഞത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം തരുന്നതാണ്. പക്ഷെ മൂദേവി എന്ന് പറയുന്നൊരു ദേവിയുണ്ട്. മൂദേവി എന്ന് വെച്ചാൽ മുച്ചൂട് പൊടിക്കുന്നതാണ്. അപ്പോൾ മഹാലക്ഷ്മിയെ ഒന്നും ഞങ്ങൾ ഈ ബഡ്ജറ്റിലൂടെ കണ്ടിട്ടില്ല. ഒരു മൂദേവിയുടെ ഏർപ്പാടുകളാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 2047 100 വർഷക്കാലം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ പിന്നെ ഭാരതം കെട്ടിപ്പടുക്കണമെങ്കിൽ ഇപ്പോഴേ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യമായി പാർലമെൻറ്റിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് $5 ട്രില്യൺ. ഇപ്പോൾ എത്രയായി? 2025 ഇന്ത്യയെ $5 ട്രില്യൺ എത്തിക്കും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെ വരെ എത്തിച്ചു? മറുപടി പറയട്ടെ. കഴിഞ്ഞ തവണത്തെ പ്രഖ്യാപനങ്ങൾ മൊത്തം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം PM ഇന്റേൺഷിപ്പ് കഴിഞ്ഞ തവണ വലിയ പ്രഖ്യാപനമായിരുന്നു. ഏതാണ്ട് 1,25,00,000 ആളുകൾക്ക് ഈ PM ഇന്റേൺഷിപ്പ് വഴി ജോലി കൊടുക്കും എന്ന് പറഞ്ഞു. ആ PM ഇന്റേൺഷിപ്പിൽ 10,000 പേർക്ക് പോലും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. 500 സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് അവിടെ ഇന്റേൺഷിപ്പ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. അപ്പോൾ 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം നടന്നില്ല. ഇപ്പോൾ 1,25,00,000 ഇന്റേൺഷിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നടന്നില്ല. മാത്രമല്ല പിന്നെ 9 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസർ വരുന്നതിന് പ്രിക്കോഷനായി അവർക്ക് പിന്നെ കുത്തിവയ്പ്പ് അത് നിർത്തിവെച്ചു. അതിന് ഒരുപാട് പ്രഖ്യാപനങ്ങൾ. പിന്നെ MSME നമ്മുടെ GDPയുടെ 30% വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് MSME. അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അവർക്ക് GSTയെ സംബന്ധിച്ച ആശങ്കകളുണ്ട്, ബാങ്കിങ്ങിനെ സംബന്ധിച്ച ആശങ്കകളുണ്ട്, കോർപ്പറേറ്റ് അവരുടെ ഉപകരണങ്ങൾ കൊടുക്കുന്ന അതുമായി ടാക്സുമായിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും ഈ GSTയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന MSMEയുടെ ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 1 വിഴിഞ്ഞം, അത് 2 വയനാട് പാക്കേജ്, പിന്നെ തീരദേശം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഉള്ളതാണ്. അവിടെ കടലാക്രമണം നടക്കുന്നു. കടലിൻ്റെ മക്കൾക്ക് ഈ ഗവൺമെൻറ് കടൽ ഭിത്തി കെട്ടിക്കൊടുക്കണമെങ്കിൽ അതിനാവശ്യമായ പണം അനുവദിക്കണം. 2 പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം. ഇപ്പോൾ നരഭോജിയായ കടുവ രാധയെ വയനാട്ടിൽ കൊന്നു. അതുകൂടാതെ കടുവകൾ പുലികൾ 4 എണ്ണം ഒരേ സമയത്ത് 4 ദിക്കുകളിൽ കാസർഗോഡിൻ്റെ പല മേഖലകൾ കണ്ടു. പന്നിയുണ്ട്, അതുപോലെ കുരങ്ങുണ്ട്, മയിലുണ്ട്. കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പോൾ കൃഷിനാശത്തിനാവശ്യമായ പാക്കേജ് പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യ മൊത്തം ഉണ്ടല്ലോ, അവർക്കൊരു പാക്കേജ് പ്രഖ്യാപിക്കാം. പിന്നെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, ഉപഭോഗം കൂട്ടണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പണം വേണം. ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഉപഭോഗം കൂട്ടണമെങ്കിൽ, ഉപഭോഗം നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പണം വേണം. അപ്പം മാർക്കറ്റ് ഇൻ്റർവെൻഷന് പണം ജനങ്ങളുടെ കയ്യിലില്ല. അതുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നടപടിയും ഈ ബഡ്ജറ്റിലില്ല. നിരാശാജനകമാണ്. ഇതൊരു ഗിമ്മിക്കാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുന്നു, അവിടെ ഇപ്പോൾ തോട്ട് കിട്ടാനും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിതീഷ് കുമാറിനെയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ്. ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക്. പൊളിറ്റിക്കൽ ഗിമ്മിക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ.